ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഏട്ടൻ്റെ വീട്ടിലാണ്, ടക്കീക്കാവാണുള്ളത്. അപ്പോൾ നമ്മൾ വീക്കിലി ഇങ്ങോട്ട് വരാറുണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ചെറിയ രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാണ് ആദ്യം നോക്കുക. എല്ലാവരും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിക്ക് അമ്മ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പരിപാടീസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇന്ന് NSSൻ്റെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടിക്ക് പോകണം. അതേപോലെ തന്നെ ഞാനും ചേച്ചിയും ആദ്യം കൂടെ നമ്മുടെ മേമയുടെ വീട്ടിലൊന്ന് പോവാണ് കേട്ടോ. മേമയുടെ വീട് വരുന്നത് മേലത്തൂരാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അമ്മയും ആമിക്കുട്ടിയും കൂടിയിട്ട് നമ്മുടെ NSSൻ്റെ പ്രോഗ്രാമിന് പോവാണ് കേട്ടോ. അവിടുത്തെ വാർഷികം അങ്ങനെ എന്തോ ആണ് കേട്ടോ. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ രാവിലത്തെ ഒരു വിധം പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം എല്ലാവർക്കും ഓരോരുത്തരുടെ വഴിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ ഇവിടെ ഉള്ള കാരണം തന്നെ നമുക്ക് ചോറും കറിയൊക്കെ ആവണമല്ലോ. അപ്പോൾ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് വാഷിംഗ് മെഷീനിൽ എല്ലാവരുടെയും അലക്കാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് അമ്മ ഒരുവിധമൊക്കെ സെറ്റാക്കിയിട്ടാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അതെന്താ ആദ്യം അതേപോലെ ആമിയൊക്കെ അതാ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അതുപോലെ ഞങ്ങൾക്കും കഴിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കഴിച്ചപ്പോൾ പിന്നെ ആ പ്ലേറ്റിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെ കേട്ടോ. പിന്നെ അതാ ചേച്ചി ആമിക്ക് കൂടി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയുടെ കഴിക്കൽ മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരേനെ അമ്മേനെയും അമ്മേനെയും കൂടിയിട്ട് അവിടെ ഒന്ന് ആക്കി കൊടുക്കുക വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അധികം ദൂരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവരേനെ ആക്കി കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ആദ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് വാശി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്നല്ല, നല്ല രീതിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കൊണ്ടാക്കി കൊടുത്ത് പെട്ടെന്ന് വരുമല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഉണ്ടായില്ല. പിന്നെ ചേച്ചി അച്ഛനും ഉണ്ടായിരുന്നല്ലോ അവിടെ. അങ്ങനെ ഞാൻ കൊണ്ടാക്കി കൊടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ വന്നപ്പോൾ നമുക്ക് രാവിലെ കഴിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കഴുകാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും പുറപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പുറപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴക്കോൾ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ രീതിക്ക് ഇങ്ങനെ ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ വേണ്ടേ വെച്ചിട്ട് നിൽക്കുമായിരുന്നു. സ്കൂട്ടിയിലാണല്ലോ നമ്മൾ പോണത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല കേട്ടോ. കോട്ടൊക്കെ വേഗം ഇട്ടു, ആദ്യം ഇട്ട് കൊടുത്തു. പിന്നെ ഞങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കണക്കിന് നമ്മൾ ഇട്ടത് നന്നായിട്ടാ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട് ഇട്ട് കഴിഞ്ഞതും നല്ല രീതിക്ക് തന്നെ മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്കും നല്ല രീതിക്ക് തന്നെ മഴ പെയ്തു. പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ, ലേറ്റ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ കോട്ടൊക്കെ ഇട്ടിട്ട് അതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് കണ്ടോ, ഇങ്ങനെ വീഡിയോയിൽ അധികം കാണില്ല, പക്ഷെ നല്ല രീതിക്ക് തന്നെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേമയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ തന്നെ കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബേക്കറി ഐറ്റംസും കുറച്ച് ഉണ്ണിയപ്പവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ ആദ്യക്ക് മിഠായി കണ്ടു കഴിഞ്ഞാൽ വേണം കേട്ടോ. അപ്പോൾ അവനത് ഒരു ലോലിപോപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് മേമയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലങ്ങോട്ട് എത്തിയതും മഴയൊക്കെ നല്ല രീതിക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്, ആദ്യം കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ മേമ നമുക്ക് വേണ്ടിയിട്ട് എന്തോ ലൈം തന്നെയാണ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ മേമ അതിൻ്റെ പണിയിലായിരുന്നേ. മേമ നല്ല അടിപൊളിയായിട്ട് ലൈമൊക്കെ ഉണ്ടാക്കും കേട്ടോ. മേമയുടെ ഈ ലൈമിൻ്റെ റെസിപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കാണുമ്പോൾ ലൈം പോലെ ഒന്നും തോന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റാണ് സംഭവം. കാണുമ്പോൾ ശരിക്കും പാല് പോലെയല്ലേ തോന്നണത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും ചെയ്യുമല്ലോ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാട്ടോ മേമ നമുക്കൊക്കെ തരണത്. അങ്ങനെ മേമ അങ്ങനെ ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ കഴിക്കില്ല. പിന്നെ കൊടുന്ന് വെച്ചിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ആദ്യം പോയിട്ട് മേമേനെ ഉമ്മ വയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം കുറേ ആയല്ലോ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ മേമേനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ മേമയുടെ പണിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിയും കേട്ടോ. പിന്നെ നമ്മൾ വരണോണ്ട് മേമ എല്ലാ പണിയും തീർത്തിട്ട് ഇങ്ങനെ
ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാ അങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ നേരം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാമ അതന്നെ പറയണത്, ആരും ഇല്ലെങ്കിൽ നേരം പോവുകയില്ല, ഇപ്പോൾ നിങ്ങൾ വന്നപ്പോൾ ഇതാ നേരം വേഗം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിരിക്കുക നമ്മൾ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അടുക്കളയിൽ വന്നിട്ട് ഞാൻ നോക്കുമായിരുന്നു മാം എന്തൊക്കെ സ്പെഷ്യലാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ ചീരപ്പേരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചീരക്കറി, ചീരയുടെ ഉപ്പേരി, പപ്പടം, അതുപോലെ തന്നെ ചിക്കൻ റോസ്റ്റും മാങ്ങ ഉപ്പിലിട്ടതൊക്കെയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമ്മളിതായി ഇരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ട്. അപ്പോൾ കറികളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളിത് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മേമ്മയുടെ മോന് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ചേച്ചി സംസാരിക്കണത്. അപ്പോൾ അവർ നാട്ടിലില്ല കേട്ടോ, മോനും അതുപോലെ തന്നെ വൈഫും പിന്നെ ഒരു കുഞ്ഞു മോനും കൂടി ഉണ്ട് കേട്ടോ. അവരെല്ലാവരും UK യിലാണേ. അപ്പോൾ അവരോട് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. മോനായിട്ടാണ് സംസാരിക്കുന്നത് ചേച്ചി. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഹാളിലിരുന്ന് സംസാരിക്കണ്ടേ. അപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സൗണ്ട് കേട്ടിട്ട് വന്നതാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സമയം പോയത് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പച്ചരിയും കാര്യങ്ങളൊക്കെ മാം ഇരിക്കുന്നുണ്ട്, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടി കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു അരിയും കൂടി കൊണ്ടുപോകണമായിരുന്നു, ചേച്ചിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മാം ഒരു മാവും തൈയും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ആയിട്ട് നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. മാമോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.